ചക്കപ്പൊരി ഉണ്ടാക്കുന്ന സമയത്ത് ക്രിസ്പിനെസ് ഒന്നും ഒട്ടും പോവാതെ കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്തെടുത്താൽ നിങ്ങൾക്കും കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. ആദ്യം നമുക്ക് പച്ചച്ചക്ക എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചിട്ട് ഞാൻ അതിൻ്റെ പകുതി വെച്ചിട്ടാട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കുരുവും അതുപോലെ ചവിനി എന്നൊക്കെ പറയട്ടെ ഞങ്ങൾ അതിൻ്റെ സീഡിലുള്ള പോലുള്ള സംഭവമില്ലേ അതൊക്കെ കളയുക. അതിന് ശേഷം രണ്ട് ഭാഗത്തു നിന്നും കട്ടിയുള്ള ഭാഗം ഒഴിവാക്കുക. അത് നമുക്ക് ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ വല്ലാണ്ടങ്ങ് കനം കുറയും വേണ്ട, എന്നാൽ വല്ലാണ്ടങ്ങ് കനം കൂടുകയും വേണ്ട. ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഏകദേശം ഒരേ കനത്തിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും മാറ്റി വെക്കാം. എന്നിട്ട് നല്ല ചൂടായ ഓയിലിലേക്ക് ഇതിട്ടിട്ട് നമുക്ക് പിന്നീട് ചെറിയ തീയിലേക്ക് ആക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഫുൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് പോയാൽ പെട്ടെന്ന് അങ്ങ് പുറംഭാഗമൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും, എന്നാൽ കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടുകയില്ല. ഇത് ചെറിയ തീയിലിട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഏകദേശം ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഈ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളം ഉണ്ടല്ലോ അത് 2 ടീസ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ഒഴിക്കുന്ന സമയത്ത് അങ്ങ് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തീരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ബാച്ചും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം ഫ്രൈ ചെയ്ത് തന്നെ ഒന്നുകൂടെ ഈ ഒരു ഓയിലിട്ടിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ക്രിസ്പിനെസ് ഒട്ടും പോവാതെ കുറേ നാൾ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ചാൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അടിപൊളിയാണ്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ചിപ്സ് ഇതുവരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടു. ഇഷ്ടമായാൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.